ചൈന വളരെ ലോങ് ടേം ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഒരു ഒട്ടും ഷോർട്ട് ടേമിൽ. അപ്പം ചൈനയുടെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ അവർ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പ്രധാന സാധനം അവർ ചെയ്തിട്ടുള്ളത് എന്താ പറയുന്നത്, മാരിടൈം ട്രേഡ് എന്ന് പറയുന്നത്. നമ്മുടെ അതായത് ലോകത്തിൻ്റെ വാണിജ്യത്തിൻ്റെ 90% നടക്കുന്നത് നമ്മുടെ കടൽ വഴിയിട്ടുള്ള ഷിപ്പിംഗ് വഴിയുള്ള ഇതാണ്. അപ്പം കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ രാജ്യമായി, കപ്പലുകൾ ഉണ്ടാക്കുന്ന, അതായത് വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ മുതൽ കാർഗോ ഷിപ്പുകൾ മുതൽ സൈനികമായിട്ടുള്ള ഷിപ്പുകൾ വരെ ഉണ്ടാക്കുന്ന വലിയ രാജ്യം. ലോകത്തിലെ 55% ഷിപ്പ് ബിൽഡിങ് എന്ന് പറയുന്നത് ഇന്ന് ചൈനയാണ്. ഇന്നലെ വേറെ ഇതിൻ്റെ ഒരു ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള 20 പോർട്ടുകൾ 10 എണ്ണത്തിൽ കൂടുതൽ ചൈനയിലായിരുന്നു. നമ്മൾ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് പോർട്ട് മറ്റേ ഹോളണ്ടിലെ റോട്ടർഡാം ആയിരുന്നു. റോട്ടർഡാം ഇന്ന് 14-15 ഒരു പൊസിഷനിലേക്ക് മാറുന്ന ഒരു നിലയിലാണ്. ഏറ്റവും വലിയ പോർട്ട് ഇപ്പം ഇതാണ്, ഷാങ്ഹായി ആണ്. അപ്പം ഈ നിലയിൽ ചൈന വളരെ ഫോക്കസ്ഡ് ആയിട്ട്, അതായത് അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ പറ്റുന്ന നിലയിലുള്ള ഒരു ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് ട്രേഡിൻ്റെ കാര്യത്തിൽ ചൈന ഓൾറെഡി അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഈ ഫോറിൻ പോളിസി ഇൻ ഫോക്കസിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് പഴയ നിലയിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി ചൈനയെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. ചൈന ആ ഉപരോധങ്ങളെ മറികടക്കുന്ന രീതിയിൽ ചൈന അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ ട്രേഡിൻ്റെ കാര്യത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ചൈന ഉപരോധത്തിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുന്നവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന നിലയിലുള്ള നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ എന്താണ് 864 എന്ന് പറയുന്ന ഒരു റെഗുലേഷൻ വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് അമേരിക്ക ചെയ്യുന്ന അതേ ലെവലിൽ, അതായത് അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി ഇൻട്രസ്റ്റുകൾക്ക് വിഘാതം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകൾക്ക് വിരുദ്ധമായിട്ടുള്ള കയറ്റുമതിയെ അവർ നിയമപരമായിട്ട് തടയുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ചൈനയുടെ നാഷണൽ സെക്യൂരിറ്റി ഇൻട്രസ്റ്റുകൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന കയറ്റുമതിയും അല്ലെങ്കിൽ കൊളാബറേഷനും നിയന്ത്രിക്കുന്ന തരത്തിലുള്ള റെഗുലേഷൻസാണ് ഈ പറയുന്നത്.